നമസ്കാരം. സക്സസ് PSC 25ലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGSന് വേണ്ടി റീസെൻ്റായി നടന്ന LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നവംബർ 29 നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പർ 161/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, പണ്ഡിത രമാബായി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം, ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടു ചിന്താധാരകൾ ഉടലെടുത്തു. ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ ദിനം. ആൻസർ ഓപ്ഷൻ ബി, നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, 42ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ആൻസർ ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, പാർലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ, 1925. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി, ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ സി, അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻ, വരിക വരിക സഹചരി സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, ഉപ്പു സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. ആൻസർ ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ആൻസർ ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സർ സിറിൽ റാഡ്ക്ലിഫ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്. ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ആൻസർ ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. ആൻസർ ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഉത്തര മഹാസമതലം. 26ാമത്തെ ക്വസ്റ്റ്യൻ, 26ാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, വടക്ക് കിഴക്കൻ മൺസൂൺ.
27ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മാനകരേഖാംശം. ആൻസർ ഓപ്ഷൻ ബി 82 ഡിഗ്രി 30 മിനിറ്റ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ്. 29ാമത്തെ ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത്? ആൻസർ ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. 30ാമത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏതു സംസ്ഥാനത്തിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി ഗുജറാത്ത്. 31ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ നെടുങ്കണ്ടം. 32ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമേത്? ആൻസർ ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. 33ാമത്തെ ക്വസ്റ്റ്യൻ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ആൻസർ ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ. ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ. 34ാമത്തെ ക്വസ്റ്റ്യൻ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? ആൻസർ ഓപ്ഷൻ ഡി NH 544. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ആൻസർ ഓപ്ഷൻ സി വയനാട്. 36ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ. കബനി, ഭവാനി, പാമ്പാർ ഇവ മൂന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി പെരിയാർ. തന്നിരിക്കുന്നതിൽ പെരിയാർ. 37ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? 37 ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി മലപ്പുറം. 38ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. 39ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ആൻസർ ഓപ്ഷൻ സി മംഗളവനം. 40ാമത്തെ ക്വസ്റ്റ്യൻ ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇടുക്കി. 41ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ 42ാമത്തെ ക്വസ്റ്റ്യൻ തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. 43 കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം. 44ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ആൻസർ ബി ഗഗൻയാൻ. 45 ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്. 46ാമത്തെ ക്വസ്റ്റ്യൻ സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? ആൻസർ ഓപ്ഷൻ സി 2, 4 മാത്രം. 2 ഭിലായ്, 4 ബൊക്കാറോ. ഇവയാണ് സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഓപ്ഷൻ സി 2, 4 മാത്രം. 47ാമത്തെ ക്വസ്റ്റ്യൻ ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ഫസലലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. 48ാമത്തെ ക്വസ്റ്റ്യൻ സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഫുട്ബോൾ. 49ാമത്തെ ക്വസ്റ്റ്യൻ ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി മറിയ കൊറീന. ആൻസർ ഓപ്ഷൻ ഡി മറിയ കൊറീന. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ആൻസർ ഓപ്ഷൻ സി CP രാധാകൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ സി CP രാധാകൃഷ്ണൻ. 51 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ?
51 ആൻസർ ഓപ്ഷൻ ഡി മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണൻ. 51 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. ഓപ്ഷൻ ഡി മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണൻ. 52 ക്വസ്റ്റ്യൻ. 2028 ഒളിമ്പിക്സ് വേദി. ആൻസർ ഓപ്ഷൻ എ ലോസ് ഏഞ്ചൽസ്. 53 തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏത്? ആൻസർ ഓപ്ഷൻ ബി മീഥേൽ. അടുത്ത ക്വസ്റ്റ്യൻ. 54 ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെടുന്ന രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ആൻസർ ഓപ്ഷൻ സി ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ. 55 ക്വസ്റ്റ്യൻ. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ ജ്യോതിക ഭാഗ്യലക്ഷ്മി. പയറിൻ്റെ സങ്കര ഇനങ്ങളിൽ ശരിയായത് ഓപ്ഷൻ എ ജ്യോതിക ഭാഗ്യലക്ഷ്മി. ഓപ്ഷൻ എ. 56 പ്രസ്താവന ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ശരിയായ പ്രസ്താവന 56 ആൻസർ ഡി. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. പ്രസ്താവന ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം ഇത് ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നു എന്നത് ഉള്ള കാരണം തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. 56ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 57 സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പ്രസ്താവന 2, 3 ശരി. പ്രസ്താവന 2 സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തും. അത് ശരിയാണ്. പ്രസ്താവന 3 വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ബി പ്രസ്താവന 2, 3. 57ൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന 2, 3 ശരി. 58 ക്വസ്റ്റ്യൻ. 58 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ സി BR ഗവായ്. 59 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. 60 ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. 61 ക്വസ്റ്റ്യൻ. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ സി ഇവ രണ്ടും. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഇവ രണ്ടും എന്ന ആൻസറാണ് ഇവിടെ. ശരിയായ ആൻസർ ഓപ്ഷൻ സി ഇവ രണ്ടും. 62 കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്നത് ഓപ്ഷൻ ബി സിങ്കിൻ്റെ അയിരാണ്. ഓപ്ഷൻ ബി സിങ്ക്. 63 ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. 63 ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ആൻസർ ഓപ്ഷൻ എ അക്വസ്റ്റിക്സ്. 64 ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 65 ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി തമിഴ്നാട്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ സി തമിഴ്നാട്. 66 ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ആൻസർ ഓപ്ഷൻ ബി വിഴിഞ്ഞം തുറമുഖം. ഓപ്ഷൻ ബി ആൻസർ ഓപ്ഷൻ ബി. 67 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ശൈലി. 67 ആൻസർ ഓപ്ഷൻ ഡി ശൈലി. 68 താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി എയ്ഡ്സ്. തന്നിരിക്കുന്ന രോഗവുമായി തന്നിരിക്കുന്ന കാര്യങ്ങൾ: ശരീരഭാഗം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ആൻസർ ഓപ്ഷൻ ബി എയ്ഡ്സ്. 69 താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. 69 ആൻസർ ഡി
2, 3 2 ശരിയായ ജോഡി കണ്ടെത്തുക. 2 ഓപ്ഷൻ ഡി 2, 3 2 ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ, 3 പൈനൽ ഗ്രന്ഥി മെലാറ്റോണിൻ. ഇവ രണ്ടുമാണ് ശരിയായ ജോഡി. ഓപ്ഷൻ ഡി. 70 ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക, നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ഇതിൽ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 2, 3. ആൻസർ ഓപ്ഷൻ സി 2, 3. 2 സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. 3 സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 2, 3. 71 താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ ബി എ പെല്ലഗ്ര. ശരിയായ ജോഡി ഓപ്ഷൻ സി. 72 സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 72ൻ്റെ ആൻസർ ഓപ്ഷൻ ബി വയോ അമൃതം. 73 എംഫിസെമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ശ്വാസകോശം. 74 സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ്? 74 സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. ആൻസർ ഓപ്ഷൻ സി 74 ആൻസർ ഓപ്ഷൻ സി. 75 താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ പോളിയോ. വായുവഴി പകരാത്ത രോഗം പോളിയോ. വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, ക്ഷയം ഇവ വായുവഴി പകരുന്ന രോഗങ്ങളാണ്. വായുവഴി പകരാത്ത രോഗം പോളിയോ. 76 തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1 ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2 വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 76ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. പ്രസ്താവന 1 ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ, അത് ശരിയാണ്. പ്രസ്താവന 2 തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി. 77 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി. 77 ആൻസർ ഓപ്ഷൻ ഡി 2, 4, 5 ശരി. 77 ഓപ്ഷൻ ഡി 2, 4, 5 ശരി. 2 മേരി ബ്രെൻകോ, 4 ഫ്രെഡ് ഡ്രാംസ്ഡൽ ആൻഡ് 5 ഷീമോൻ സാകാഗുച്ചി. ഇതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. 78 ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്? ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ്. 78 ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ്. 79 താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി തെറ്റായ പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ ഡി 1, 3 തെറ്റ്. 1 വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു, അത് തെറ്റാണ്. 3 വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു, അതും തെറ്റ് ആൻസറാണ്. ആൻസർ 79 ആൻസർ ഓപ്ഷൻ ഡി 1, 3 തെറ്റ്. 80ാമത്തെ ക്വസ്റ്റ്യൻ 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ.
ഇത്രയുമാണ് GK ക്വസ്റ്റ്യൻസ്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.